വെറുതെ എന്തിനാ അവളെ കുറ്റം പറയുന്നത്? അവളൊരു പാവാ. പാവം അനുഭവിക്കുമ്പോ നീ പഠിച്ചോളൂ. ചേച്ചി മോളെ, ഇന്ന് പുളിമുട്ടായി മുല്ലപ്പൂ. നാളെ ചിലപ്പോ അവൾക്ക് വേണ്ടി ആദിക്കുട്ടൻ ഈ വീട്ടിൽ ആറ്റം ബോംബ് വരെ വാങ്ങിച്ചുകൊണ്ട് വന്നെന്നിരിക്കും. പൊട്ടിച്ച് നമ്മളെ കൊല്ലാൻ സൂക്ഷിക്കണം. പൂജ, ഞാൻ എന്താ തനിക്ക് കൊണ്ടുവന്നേക്കെന്നറിയോ? അറിയാം. എന്നാ പറ. പുളിമുട്ടായും മുല്ലപ്പൂ. അല്ല, ആ അതെ, അത് താനെങ്ങനെ അറിഞ്ഞു? ആദ്യം എനിക്കറിയില്ലേ. ഇഷ്ടാണോ? എന്ത്? എല്ലാം. എന്താ? എന്താണോ? എന്ത് പറ്റി? അത് ഒന്നുമില്ല. പിന്നെന്തിനാ നിലവിളിച്ചേ? അത് ഒന്നുമില്ല. എവിടെ കൈ കാണിച്ചേ? ഒന്നുമില്ല. കാണിക്കാൻ. വേണ്ട പൂജ, കൈ കാണിക്ക്. കാണിക്കാൻ. അയ്യോ. എന്താ പറ്റിയെന്ന്? അത് എന്താന്ന്? ചോറ് വാർത്തപ്പോ. ചോറ് വാർത്തുന്നോ? ആര്, താനോ? തന്നോട് ആരാ അടുക്കള പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞേ? അതെ വേണ്ട. പൂജ വിട്. താനിതിൽ ഇടപെടണ്ട. ആദ്യം ആരോടെ ചോദിക്കാൻ പോന്നെ? ആമ ചേച്ചിയോടോ ഗോമതി ചേച്ചിയോടോ? ആരാ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? അവരോട്. പ്ലീസ്, എന്നെ കൊണ്ട് ആരും ചെയ്യിച്ചതല്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അടുക്കളപ്പണി പഠിക്കാൻ വേണ്ടി ചെയ്തോ. താനിത് ആരോടാ കള്ളം പറയണേ? താൻ ഇവിടെ മര്യാദയ്ക്ക് നിന്നാ മതി. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. വിട്. ഗോമതി ചേച്ചി, ആമി ചേച്ചി, ഇന്ന് നിങ്ങൾ അവളുടെ കൈ പൊള്ളിച്ചല്ലേ? എന്ത് പറ്റി മോനെ? ചേച്ചിക്ക് ഒന്നും അറിയില്ല? അയ്യോ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ചേച്ചി. ആരുടെ മോനെ? പൂജയുടെയോ? അതെ, പൂജയുടെ കയ്യെ പൊള്ളിയത്. പക്ഷെ അതെവിടെ ആരും പൊള്ളിച്ചതല്ല. അവൾ തന്നിഷ്ടം കാണിച്ച് ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയപ്പോ കലം ചെരിഞ്ഞതാ. നിങ്ങൾ എന്തിനാ അവളെ അടുക്കള കയറ്റിയേ? പിന്നെ പണി പിടിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പറ്റില്ല എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞിട്ടല്ലേ പോയത്? മുത്തശ്ശി തിരിച്ചു വരുന്നവരെ ഈ വീട്ടിൽ ആമി ചേച്ചിക്കും പൂജയ്ക്കും ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ലെന്ന്. എനിക്കൊരു കുഴപ്പമില്ല. ഉണ്ടാവില്ല. നിങ്ങൾ രണ്ടും ഒരു സെറ്റാണല്ലോ. എടാ, നീ വെറുതെ അവളുടെ വാക്ക് കേട്ടോട്ട് എന്നോട് കോർക്കാൻ വന്നാലുണ്ടല്ലോ. അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവള് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതെന്നും നിങ്ങളോടൊന്നും ചോദിക്കണ്ടെന്നാ പറഞ്ഞത്. ആഹാ, എന്ന് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? ഇനി അഥവാ അവളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നം തീർന്നില്ലേ? പിന്നെ നീ എന്തിനാ ഞങ്ങളോട് ചോദിക്കാൻ വന്നത്? എടാ, നീ വെറുതെ കള്ളം പറഞ്ഞ അവളെ രക്ഷിക്കാൻ നോക്കണ്ട. ആ മുറിയിൽ നടക്കുന്നതൊക്കെ ഞങ്ങൾക്കറിയാം. അവിടെ എന്ത് നടക്കുന്നു? ഞങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചന. അവള് പറയുന്നത് കേട്ടിട്ടുള്ള ഇങ്ങനെ നീ ഒരുത്തരും കഷ്ടം തന്നെ മോനെ. നിങ്ങൾ നന്നാവില്ലാന്ന് തീരുമാനിച്ചിറങ്ങിയേക്കല്ലേ? എനിക്കിപ്പത് മനസ്സിലായി. എന്ത്? നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല.
വേണ്ടടാ, നീ ഞങ്ങളോടൊന്നും സംസാരിക്കണ്ട. നിന്റെ ഭാര്യയോട് മാത്രം സംസാരിച്ചാ മതി. ചെന്ന് സംസാരിക്ക്. സംസാരിച്ചിട്ട് ഞങ്ങളുടെ പുതിയ കുറ്റം എന്താണെന്ന് ചെന്ന് കണ്ടുപിടിക്കും. ഇത് കുറച്ച് കഷ്ടം തന്നെയാ. അതേടാ, കഷ്ടം തന്നെയാ. ഞങ്ങളൊക്കെ ഇപ്പൊ നിനക്ക് കഷ്ടം. ചെറുക്ക മൊത്തത്തിൽ കൈവിട്ടു പോയല്ലോ ചേച്ചി. അതാ മോളെ തലയണ മന്ത്രത്തിന്റെ ശക്തി. പെണ്ണൊരുപ്പെട്ടാൽ ബ്രഹ്മനും ഒന്ന് കേട്ടിട്ടില്ലേ? ഇനി എന്തെല്ലാം നമ്മൾ കാണാൻ കിടക്കുന്നു. പൂജ, എന്തിനാണോ വെറുതെ ചോദിക്കാൻ പോയത്? ഞാൻ പറഞ്ഞതല്ലേ അവരാരും അതിന് ഉത്തരവാദിയല്ലെന്ന്. ശീലയും സാവത്രിയും ശീലാവതിയൊക്കെ പഴകിപ്പോയി. വെറുതെ എന്തിനാണ് ഈ ത്യാഗസീമ കളിക്കുന്നത്? പറയടാ, നീ എന്തിനാ ഞങ്ങളെ ചതിച്ച് മുങ്ങിയത്? ആ പെണ്ണിനെ കൊണ്ട് തരാന്ന് പറഞ്ഞ് നീ വാങ്ങിയ കാശവിടെ? ഞാനല്ല അത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. ഞാൻ ഷാനു സുലൈമാൻ അല്ല. കള്ളം പറയുന്നോടാ, ഒന്നുകളെന്തിനാ? ഞാൻ പറയുന്നത് സത്യ. ഞാൻ ഷാനുവിന്റെ കസിനാ, നസീം റാവുത്തർ. ഞാൻ നിങ്ങളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. പിന്നെ നീ എന്തിനാ ഇവിടെ ഷാനു ആണെന്നും പറഞ്ഞ് അവതരിച്ചത്? ഷാനുവിന്റെ ഉമ്മയിളയപ്പം കൂടി എന്നെ വിളിച്ചു വരുത്തിയതാ. എന്തിന്? ആ പെണ്ണിനെ വീട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ. കൊള്ളാലോ, അപ്പൊ കുടുംബത്തോടെ ഫ്രോഡ് ടീമാ അല്ലേ?